ടച്ചസ് ഒന്നും ഇല്ലടേ. ഞാൻ ഓക്കെയാണ് അടിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ മാജിക് മൊമെന്റ് ആണ് ക്ലിയർ കട്ട് ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ കഴിക്കും. അങ്ങനെ രേണുസുതി വീണ്ടും വിവാദങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂ കൊടുത്തു കഴിയുമ്പം അതിൽ എവിടെ വിവാദങ്ങൾ ഉണ്ടാക്കാം, എവിടെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാം എന്നുള്ളത് രേണുസുതിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ കൊടുത്ത ഇന്റർവ്യൂവിലും അങ്ങനെ ചില കാര്യങ്ങൾ രേണുസുതി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേക്കാം. അടിപൊളി. ടച്ചസ് ഒന്നും ഇല്ലടേ. ഞാൻ ഓക്കെയാണ് അടിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ മാജിക് മൊമെന്റ് ആണ് ക്ലിയർ കട്ട് ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ വല്ലപ്പോഴും കഴിക്കുന്നവർക്ക് ഇഷ്ടമുള്ളത് മാജിക് മൊമെന്റ് ആണ്. ഈ കള്ള് കുടിക്കുന്നത് വലിയ തെറ്റാണ് എന്നൊന്നും ആരും പറയുന്നില്ല. അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യം. നിങ്ങൾ കുടിക്കോ കുടിക്കാതിരിക്കോ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ കാര്യം. പക്ഷേ അത് എടുത്തു കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ നോക്കുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല. കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വച്ചിട്ട് അത് മദ്യമാണ് എന്ന രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് കുടിച്ച് അതിന്റെ പിറകെ ടച്ചിങ്സ് ചോദിക്കുന്നത് ഭയങ്കര വലിയ കാര്യമായിട്ടായിരിക്കും രേണുസുതിക്ക് തോന്നുന്നത്. എങ്ങനെങ്കിലൊക്കെ കുറെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി ആൾക്കാരുടെ അടുത്ത് റിയാക്ട് ചെയ്യണം. ഇതാണ് രേണുസുതിക്ക് വേണ്ടത്. വേറെ ഒന്നും നടന്നില്ലേലും ശരി, ഇനിയിപ്പൊ പട്ടിണി കിടന്നാലും ശരി, സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കണം. എന്നിട്ട് ഇത് കണ്ടിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് രേണുസുതി പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്നെ വെച്ച് അരിയും പഞ്ചസാരയും മേടിച്ചങ്ങ് ജീവിക്കും. നിങ്ങളുടെ വിചാരം എന്തുവാ? ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ജോലിയില്ല, സാലറി ഇല്ല, വീട്ടില് പട്ടിണിയാണ്, എന്നെ വെച്ചിട്ട് കിട്ടുന്ന റീച്ച് കിട്ടി അവര് പൈസ മേടിച്ച് പട്ടിണി മാറ്റി ജീവിക്കട്ടെ എന്നാണോ? അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ വെറും തോന്നലാ അമ്മച്ചി. മരിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ. ചേച്ചി ബിഗ് ബോസിൽ പോയത് വിധവകളെ റെപ്രസെന്റ് ചെയ്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മദ്യപിക്കണമെന്ന മെസ്സേജ് ആണോ ഇന്ന്? ഒരിക്കലും മദ്യപിക്കണമെന്ന മെസ്സേജ് സമൂഹത്തിന് കൊടുത്തു. എന്റെ പേഴ്സണൽ കാര്യം ചോദിച്ചു, ഞാൻ പേഴ്സണൽ കാര്യം പറഞ്ഞു. അത് വിധവകളെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ മദ്യപിക്കുവാന്ന് നിങ്ങൾ പറഞ്ഞു. അതിന്റെ അകത്ത് കയറിയിട്ട് രേണുസുതി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഞാൻ വിധവകളെ റെപ്രസെന്റേറ്റ് ചെയ്താണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് എന്തേ 50 ദിവസമെങ്കിലും അവിടെ മര്യാദക്ക് നിൽക്കായിരുന്നില്ലേ? അപ്പോഴേക്കും എങ്ങനെ? അതിന്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ പുറത്ത് കാണിച്ചുകൊണ്ടിരുന്ന പരിപാടികളൊന്നും നടക്കത്തില്ലല്ലോ അല്ലെ? അതിന്റെ അകത്ത് കയറി അയ്യോ എനിക്ക് എന്റെ മക്കളെ കാണേന്നും പറഞ്ഞ് നിലവിളിച്ച് പുറത്തിറങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ പാപ്ലോൺ എന്ന് പറയുന്ന ബാർ റെസ്റ്റോറന്റ് പ്രൊമോഷന് വേണ്ടിയിട്ട് പോയി. അപ്പൊ നിങ്ങൾക്ക് മക്കളെ കാണണമെന്ന് തോന്നിയില്ലായിരുന്നോ? പിന്നെ നിങ്ങളെ പോലെ ഏതെങ്കിലും ഒരു വിധവ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കോപ്രായം കാണിച്ച് റീച്ചിന് വേണ്ടിയിട്ട് തേരാ പാരാ നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ക്രിസ്മസിന് രേണുസുതി കഴിക്കുമെന്ന് വെച്ചാൽ ഞാൻ വല്ലപ്പോഴും കഴിക്കും, ക്രിസ്മസിനൊക്കെ കഴിക്കും. അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് മാജിക് മൊമെന്റ് ആണ് ഞാൻ പറഞ്ഞു. അതെന്താണ് അത് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു ഒരാൾ തികഞ്ഞ മദ്യപാനിയാവും. എനിക്കറിയില്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ല. കാരണം എന്നെ അറിയാവുന്നവർക്കറിയാം എന്താണ് ഞാൻ. അറിയാം, നിങ്ങളെ നന്നായിട്ട് അറിയാം. നിങ്ങളെ കൂടെയുള്ള ആൾക്കാർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഹനാനൊക്കെ വന്നിട്ട് പറഞ്ഞതേ മറക്കരുത് രേണു അമ്മച്ചി, മറക്കരുത് കേട്ടോ. അവരൊക്കെ വന്ന് പറഞ്ഞതേ നിങ്ങൾ എന്താണെന്നും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങള് നിങ്ങളെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾക്കാരാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിട്ടുള്ളത്. തികഞ്ഞൊരു മദ്യപാനിയാണെന്ന് ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപിച്ച് രേണുസുതി വഴിയിൽ. അങ്ങനെ നമ്മൾ സംഭവിച്ചാൽ കഴിഞ്ഞില്ലേ? ആ ഒരു വിവാദം കഴിഞ്ഞു. കുറെ ബ്ലോഗർമാരിട്ട് അലക്കുവാണ്. രേണുസുതിയുടെ പപ്പ അടിക്കുന്നത് കൂറ ബ്രാൻഡ്. രേണുസുതി വലിയ ലക്ഷറി ബ്രാൻഡ്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് വ്യക്തിയിലാണ് പപ്പ. എത്ര വർഷം മുമ്പിലായിരുന്നു പപ്പ ഇത് നിർത്തിയത്. ഇവരൊക്കെ ഈ പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമാണ്? തള്ളുവാണെങ്കിൽ അത് നോക്കിയും കണ്ടൊക്കെ ഇരുന്ന് തള്ളണം അമ്മച്ചി. ചിലപ്പോ ഈ പറഞ്ഞതൊന്നും അല്ല സത്യം എങ്കിൽ ഇതിന്റെ പിറകെ ആൾക്കാര് പോയി സത്യം എന്താണെന്നും കണ്ടുപിടിച്ച് തിരിച്ചു വരും. വീണ്ടും നമ്മുടെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫാൻ വീണ് മുറിഞ്ഞ മുറിവേ അതുപോലെ വല്ല ടൈപ്പ് ആണെങ്കിൽ വീണ്ടും തിരിച്ചത് തലയിൽ തന്നെ വന്ന് വീഴും എന്നുള്ളത് ആലോചിക്കണം. ഉദ്ദേശം റീച്ചായി. മാജിക് മൊമെന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് രേണുസുതിയെ എടുക്കുവാന്ന് സന്തോഷമുള്ള എനിക്ക്. അത്രയും വലിയൊരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എടുത്താൽ സന്തോഷമേ ഉള്ളൂ. കാണും സന്തോഷം കാണും. അതാകുമ്പോ പിന്നെ ഫ്രീ ആയിട്ട് സാധനം വീട്ടിൽ എത്തുമല്ലോ. പൈസ കൊടുത്ത് വെറുതെ മേടിച്ച് കുടിക്കണ്ടല്ലോ അല്ലേ? ഞാനിപ്പോ ചേച്ചിക്ക് ഒരു സ്ക്രിപ്റ്റ് തരികയാണെങ്കിൽ ഇപ്പൊ പലരും നമ്മുടെ ഇറങ്ങുന്ന റൂമേഴ്സ് അല്ലെങ്കിൽ കുറെ കമന്റ്സ് കാണുന്ന കാര്യമാണ്.
ചേച്ചിയുടെ മദ്യപാനിയാണെന്ന് ഓൾറെഡി പറയുന്നുണ്ടല്ലോ. സോ ഞാനൊരു സ്ക്രിപ്റ്റ് തരാണ്. അയ്യപ്പ ബൈജു അയ്യപ്പ രേണു. ഓക്കെ, ഞാനൊരു സ്ക്രിപ്റ്റ് തരാണ്. ഒരു കള്ളു കുടിക്കുന്ന ആളെ പോലെ അഭിനയിക്കണം, അല്ലെങ്കിൽ വിളിക്കുന്ന ആളെ പോലെയാണോ പെണ്ണിനെ പോലെ? പെണ്ണിനെ പോലെ, സ്ത്രീയെ പോലെ അഭിനയിക്കണം. അഭിനയിക്കണം. അഭിനയം. അതായത് അഭിനയാണ്. സ്ക്രിപ്റ്റ് ആണ്, ഞാൻ തരുന്ന സ്ക്രിപ്റ്റ്. അഭിനയം. അഭിനയത്തിന് ഏതാ വോട്ട ഇല്ലല്ലോ ഇവിടെ. പച്ചവെള്ളം കൊണ്ട് അവിടെ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് പച്ചവെള്ളമാണ്. പച്ചവെള്ളം കുടിച്ചു നോക്കുന്നല്ലേ. പിന്നെ രേണുസുതി ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് മദ്യപിച്ചെന്ന് പറയും. സ്ക്രിപ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി ഇന്റർവ്യൂ നടക്കുന്നതിന് മുമ്പേ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്നൊക്കെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, എന്നൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്നുള്ളത്. എന്നിട്ടും നിങ്ങൾ ഈ തെണ്ടിത്തരം, അതായത് ഇപ്പൊ ഈ പറഞ്ഞ സ്ക്രിപ്റ്റേ ചെയ്യാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, റീച്ച്. ഇത് കാണുമ്പോ ആൾക്കാർ വന്ന് റീച്ച് ആവും, ആൾക്കാർ വന്ന് കാണും, ഇതെടുത്ത് ചെയ്യും. ഇതൊക്കെ രേണുവമ്മച്ചിക്ക് അറിയാം അല്ലേ? മുകളിലേക്ക് ചേട്ടാ ചിയേഴ്സ് പറയും. സുധിച്ചേട്ടാ ഞാൻ എത്തിയെന്ന് പറഞ്ഞു. സുധിച്ചേട്ടാ ചിയേഴ്സ് ഉണ്ട്. സ്ക്രിപ്റ്റ് ആണ്, അഭിനയം. എന്താ ബഹുമാനം മരിച്ച് തലയിൽ നിൽക്കുന്ന മനുഷ്യന്റെ അടുത്ത്. ഭയങ്കര ബഹുമാനായിപ്പോയി കേട്ടോ. അഭിനയമാണ്. ഇത് അഭിനയം. ചിയേഴ്സ്. നമ്മള് ആദ്യം ഐസ് ക്യൂബ് ഇട്ട് സോഡ വെച്ച് ഒറ്റയ്ക്ക് അതെല്ലാം മദ്യപത്തില്ലേ. ചിയേഴ്സ്. നല്ല എക്സ്പീരിയൻസ് ആ കുടിച്ചിട്ട്. കാണാനുണ്ടോ അത്? മതി. ഓക്കെ, ഇനി രേണുസുതി റിയൽ ആയിട്ട് അടിക്കുകയാണെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട് നമ്മളുടെ കമ്പനിക്കാരോട് അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളവരോട് വീട്ടിൽ ഇരുന്ന് അടിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ചിയേഴ്സ് പറയും. ഇതെല്ലാം ഇട്ടല്ലോ. ഒറ്റ വിളിക്ക് അങ്ങ് തീർക്കും. ഫിനിഷ്. അപ്പൊ ശരി, ഓക്കെ, അത്രേ ഉള്ളൂ. നല്ല ഒന്നാന്തരം കുടിക്കാരിയോ, ഒന്നും പറയാനില്ല. ശരിക്കും അന്ന് ബിഷപ്പായിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു? അന്ന് ബിഷപ്പുമായിട്ട് പ്രശ്നം എനിക്കറിയില്ല. ഈ ബിഷപ്പിനും ഈ ഫിറോസിക്കാക്കും ഈ കണ്ട ജനങ്ങൾക്കും പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. ഞാനുമായിട്ട് നേർക്കുനേരെ ഇവരാരും പ്രശ്നം പറഞ്ഞിട്ടില്ല. അനാവശ്യമായിട്ട് അവരുടെ പേര് കൊണ്ട് ഇട്ടിട്ട് അവര് പ്രതികരിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ പറയുന്നത് എനിക്ക് എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞൂടോ. കൊള്ളാലോ. ഞാൻ സെലിബ്രിറ്റി ആയി പോയതാണ് ഇവരുടെ എല്ലാ പ്രശ്നം. ഞാൻ ഒരു വീട്ടിനകത്ത് മൂലയിൽ കുത്തിയിരുന്നത് കരഞ്ഞാലോ ഇവരോട് ഒരു 500 രൂപ ചോദിച്ചാലോ ഇവർക്കാർക്കും പ്രശ്നം ഉണ്ടാകും. നിങ്ങൾ സെലിബ്രിറ്റി ആയാലും അവർക്ക് എന്ത് തേങ്ങ ഉണ്ടാവാനാ? ഒരു തേങ്ങ ഉണ്ടാവാനില്ല. പിന്നെ അവർക്ക് എന്തിനാണ് നിങ്ങളോട് പ്രശ്നം? എന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചത് ഒരൊറ്റ കാരണവും, ഞാൻ എന്തിന് തല ഉയർത്തി നടക്കുന്നു, ഞാൻ എന്തിന് വലിയ സെലിബ്രിറ്റി, അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ കയറി, ഞാൻ എന്തിന് സെലിബ്രിറ്റി ആവുന്നു, ഞാൻ എന്തിന് ഈ 10-15 ആൽബം അഭിനയിക്കുന്നു, ഞാൻ എന്തിന് ബഹ്റൈന് പോകുന്നു, ഞാൻ എന്തിന് ദുബായി പോകുന്നു, ഇതൊക്കെ ആയിരിക്കും ഇവരുടെ കുഴപ്പം. കാരണം ഒന്നേ ഉള്ളൂ, നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും ചെയ്യാൻ മതിയില്ലാത്ത ഒരു സ്ത്രീ. അതറിഞ്ഞത് കൊണ്ടുള്ള പ്രശ്നം, വേറെ ഒന്നുമില്ല. വേറെ ഓരോ പ്രശ്നം അവർക്ക് നിങ്ങളോടില്ല. പിന്നെ നിങ്ങൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ സുധിച്ചേട്ടനെ വിറ്റിട്ട്, രണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ കാരണം. അല്ലാണ്ട് രേണുസുതി ഒന്നും ആയതല്ല, സ്വന്തം കഴിവുകൊണ്ടൊന്നും ആയതല്ല. അത് രേണുസുതി എപ്പോഴും ഓർക്കുന്നതൊന്നും നന്നായിരിക്കും. ശരി എന്നാ.